ഒരു വലിയ പാടം. അവിടേക്ക് നാട്ടുകാരും അയൽക്കാരും കേട്ടവരും എല്ലാവരും ഒരു റീല് കണ്ടതിൻ്റെ പുറത്ത് തടിച്ചു കൂടി. ഇന്നിപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അപ്പുറത്ത് ചെനപ്പെരുപ്പുള്ളൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ അവിടെ ഇങ്ങനെ പോകാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇങ്ങക്ക് അറിയിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. എന്താണ് ഇത് ഏത് രീതിയിൽ പാർക്കാക്കി മാറ്റണം നിങ്ങൾ അപ്പം ഇനി ഇത് വലിയ പാർക്കൊക്കെ ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവുന്നുള്ളത് കേട്ടോ. മുന്നോട്ട് പോയാൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തോ ഒരാളാണ് റബ്ബേത്. സൂര്യകാന്തി ഉണ്ട്, ആൾക്കാരുണ്ട്. വാട്ടർ മെലോണോടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം. പിന്നെന്താ ഉള്ളത്? നെല്ലിമരുണ്ട്. പിന്നെന്താണ് കൊച്ചോ നമ്മളെങ്ങോട്ട് പോകുന്നേ? പാടത്തിൻ്റെ ആ നാച്ചുറൽ വ്യൂ കണ്ടില്ലേ, പക്ഷികളൊക്കെ പറക്കണേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ അതാ ബാക്കിൽ നോക്കിയാൽ കാണാൻ നല്ല പാടാണ്, നല്ല ഒഴിഞ്ഞെടുക്കണ പാടാണ്. തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല നോക്കത്താ ദൂരത്ത് പാടുണ്ട് കേട്ടോ. ഞങ്ങളിതാ ആരോഗ്യമുള്ളവരൊക്കെ കൂടി മാഷാ അല്ലാ നടന്നു പോകുന്നത്. കുട്ടികളായിട്ട് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്ന്, പിന്നെ ഒരു ഓട്ടോയിൽ വേറെ കുറച്ച് ആൾക്കാർ വന്ന്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി. അവസാനം ഇവിടെ കണ്ടില്ലേ നിങ്ങൾ സൂര്യകാന്തി പാടം, അതിൻ്റെ താഴെ തന്നെ പിന്നെ പൊട്ടുവെള്ളരി ഉണ്ട്, ബത്തക്കയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വെള്ളരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ആ പാടത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിറയെ ബത്തക്കൻ്റെ വള്ളിയുണ്ട് കേട്ടോ. അതിലൊന്നും ചവിട്ടാൻ പാടില്ല, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബത്തക്ക ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഈ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കായ്ച്ചെടുക്കുന്നത് കാണാൻ രസമാണ്. അതുപോലെ ഈ പാടത്തിൻ്റെ ഒരു വ്യൂവും അവിടെ ഒരു ബത്തക്ക കണ്ടതൊക്കെ ഭയങ്കര ഒരു ഈവനിങ്ങിൻ്റെ ആ ഒരു സൺസെറ്റിൻ്റെ മൂഡൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള നാച്ചുറൽ ഫീൽ ആയിരുന്നു കേട്ടോ. അതാ കണ്ടില്ലേ, ബത്തക്ക നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് മൂത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാലേ വിളവെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ വിളവായിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതൊക്കെ എന്തത് ചെറുതല്ലേ എന്ന് പോകാൻ പറഞ്ഞു. അപ്പുറത്ത് കണ്ടില്ലേ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങുന്നത്, നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഞാൻ വീഡിയോ അധികം എടുത്തിട്ടില്ല തോന്നുന്നു. രണ്ട് സൈഡിലും മുടി ബണ്ണിട്ട് കെട്ടിയതുപോലെ അവൾ ആ പൂവെടുത്തിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാടത്തിൻ്റെ അങ്ങേ തലക്കേക്കാണ്. അവിടെ ഒരു പാട്ടുത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണാനും പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സ്നാക്സ് കഴിച്ച് പിന്നെ തൊട്ടുകളി കളിച്ച് അങ്ങനെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച വീഡിയോ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ വെച്ച് ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോ എന്തായാലും ചെയ്യും. ഇത് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.